ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും SIT ജയിലിൽ ചോദ്യം ചെയ്യുകയാണ് എന്നതാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡി മണിയിലേക്ക് എത്തിയിരുന്നു അന്വേഷണ സംഘം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ജയിലിൽ എത്തി SIT നടത്തുന്ന ചോദ്യം ചെയ്യൽ എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അനുജ, കഴിഞ്ഞ 3 ദിവസമായി SIT ജയിലിലെത്തി. അതായത് തിരുവനന്തപുരത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുധീഷ് കുമാറും കഴിയുന്ന ജില്ലാ ജയിലിലേക്ക് എത്തി ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. ഇന്നലെയും സമാനമായി SIT നടത്തിയിരുന്നു. ഈ സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം നടക്കുന്നതിനിടെയാണ്, അതായത് ബെല്ലാരിയിലെ ജ്വല്ലറിയിലും, അതായത് റൊദ്ദം ജ്വല്ലറിയിലും കൂടാതെ ഈ ചെന്നൈയിലും ഡി മണി അടക്കമുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ജയിലിലെ ചോദ്യം ചെയ്യൽ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു നീക്കം നടക്കാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാളെയാണ് ഈ A. പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, അതേപോലെ N. വിജയകുമാർ എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവരെ 3ാം തവണയാണ് ചോദ്യം ചെയ്യുന്നത്. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി, സുധീഷ് കുമാർ എന്നിവരെ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് 3ാം ദിവസവും ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുക 5ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട അവസാന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കണം. അതിനു മുൻപ് പരമാവധി വിവരശേഖരണം പൂർത്തിയാക്കുക. അതിനപ്പുറത്തേക്ക് ഈ പ്രതികൾ തമ്മിൽ ഇതുവരെ അവരുടെ ഒരു കോർഡിനേഷനിൽ പറഞ്ഞിരിക്കുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം ഈ ചെന്നൈ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്ന ഡി മണിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം, അത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. ആ അന്വേഷണത്തിലെ വിവരങ്ങൾ, അതിനെക്കുറിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കും. കാരണം 2020 ഒക്ടോബർ 26-ാം തീയതി ഡി മണി തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ് ഈ പഞ്ചലോക വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട പണം ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമലയിലെ ഒരു ഉന്നതൻ എന്നിവർക്ക് കൈമാറിയത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തിയ വിദേശ വ്യവസായിയുടെ മൊഴി. ഇതടക്കമുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാൻ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഏതായാലും ഇന്നും നാളെയുമായി വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തും. ചെന്നൈയിൽ വീണ്ടും ഡി മണിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം SIT പ്രത്യേക സ്ക്വാഡ് നടത്തുമ്പോൾ നാളെ ഇവിടെ തിരുവനന്തപുരത്ത് ഈ രണ്ടുപേരെ KP ശങ്കരദാസിനെയും N. വിജയകുമാറിനെയും ചോദ്യം ചെയ്യും. അതിനിടയിൽ ഈ ബാംഗ്ലൂർ നടത്തിയ, അല്ലെങ്കിൽ ബെല്ലാരിയിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ കൽപേഷിനെ കസ്റ്റഡിയിലെടുക്കുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുധീഷ് കുമാറിനെയും SIT ജയിലിലെത്തി ചോദ്യം ചെയ്യുകയാണ്. നാളെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾ അവർ ചോദ്യം ചെയ്യലിന് വിധേയരാകാനിരിക്കുന്നു. ഒപ്പം തന്നെ ഡി മണിയിൽ നിന്ന് കുറെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നിർണായകമാണ് ഈ ചോദ്യം ചെയ്യലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.